ഇൻഫോടെയിൻമെന്റിലേക്ക് സ്വാഗതം. ഇന്ന് ഞങ്ങൾ ലോകത്തിലെ ഏറ്റവും രഹസ്യവും കർശനമായി നിയന്ത്രിക്കപ്പെടുന്നതുമായ രാജ്യങ്ങളിലൊന്നാണ് നോക്കുന്നത്, ഉത്തര കൊറിയ. ദൈനംദിന പ്രവർത്തനങ്ങൾ മുതൽ അടിസ്ഥാന മനുഷ്യാവകാശങ്ങൾ വരെ ഉത്തര കൊറിയയിൽ നിയമവിരുദ്ധമായ 25 കാര്യങ്ങൾ ഇതാ. നമ്പർ 1, ഇന്റർനാഷണൽ കമ്മ്യൂണിക്കേഷൻ. അന്താരാഷ്ട്ര ഫോൺ കോളുകൾ ചെയ്യുന്നതോ വിദേശ മാധ്യമങ്ങൾ ആക്സസ് ചെയ്യുന്നതോ കർശനമായി നിരോധിച്ചിരിക്കുന്നു. നമ്പർ 2, മതപരമായ ആചാരങ്ങൾ. ജൂച്ചയുടെ ഭരണകൂടം അംഗീകരിച്ച രൂപമല്ലാതെ മറ്റേതെങ്കിലും മതം ആചരിക്കുന്നത് നിയമവിരുദ്ധമാണ്. ബൈബിൾ, ഭഗവത്ഗീത, ഖുറാൻ തുടങ്ങിയ മതഗ്രന്ഥങ്ങൾ സ്വന്തമാക്കുന്നത് ജയിലിലേക്കോ വധശിക്ഷയിലേക്കോ നയിക്കുന്നു. നമ്പർ 3, അനുമതിയില്ലാതെ യാത്ര ചെയ്യുക. ഉത്തര കൊറിയക്കാർക്ക് രാജ്യത്തിനകത്ത് സ്വതന്ത്രമായി സഞ്ചരിക്കാൻ കഴിയില്ല. ഒരു പ്രദേശത്ത് നിന്ന് മറ്റൊരു പ്രദേശത്തേക്ക് നീങ്ങുന്നതിന് സർക്കാർ അനുമതി ആവശ്യമാണ്. നമ്പർ 4, സർക്കാരിന്റെ വിമർശനം. സർക്കാരിനും അതിന്റെ നേതാക്കന്മാർക്കും എതിരായ ഏത് തരത്തിലുള്ള വിയോജിപ്പും വിമർശനവും കർശനമായി നിരോധിച്ചിരിക്കുന്നു. അത് കഠിനമായ ശിക്ഷയിൽ കലാശിക്കും. നമ്പർ 5, വിദേശ സിനിമകളോ ടിവി ഷോകളോ കാണുക. വിദേശ സിനിമകൾ, ടിവി ഷോകൾ അല്ലെങ്കിൽ സംഗീതം എന്നിവ കാണുന്നതും കൈവശം വയ്ക്കുന്നതും വിതരണം ചെയ്യുന്നതും നിയമവിരുദ്ധമാണ്, പ്രത്യേകിച്ച് ദക്ഷിണ കൊറിയയിൽ നിന്നും പടിഞ്ഞാറൻ രാജ്യങ്ങളിൽ നിന്നുമുള്ള. നമ്പർ 6, ഇലക്ട്രോണിക് ഉപകരണങ്ങളുടെ അനധികൃത ഉടമസ്ഥത. വിദേശ മാധ്യമങ്ങളോ ആശയവിനിമയങ്ങളോ ആക്സസ് ചെയ്യാൻ കഴിയുന്ന അനധികൃത ഇലക്ട്രോണിക് ഉപകരണങ്ങൾ സ്വന്തമാക്കാനോ ഉപയോഗിക്കാനോ പൗരന്മാർക്ക് അനുവാദമില്ല. നമ്പർ 7, പാശ്ചാത്യ ശൈലി ഫാഷൻ. പാശ്ചാത്യ ശൈലിയിലുള്ള വസ്ത്രങ്ങൾ, ഹെയർ സ്റ്റൈലുകൾ, ആക്സസറികൾ എന്നിവ ധരിക്കുന്നത് നിരോധിച്ചിരിക്കുന്നു. ജീൻസും ചില ഹെയർ സ്റ്റൈലുകളും പാശ്ചാത്യ അധപതനത്തിന്റെ പ്രതീകങ്ങളായി കാണുന്നു. നമ്പർ 8, വിദേശ സാഹിത്യം വായിക്കുന്നു. വിദേശ പുസ്തകങ്ങളോ മാസികകളോ പത്രങ്ങളോ കൈവശം വയ്ക്കുകയോ വായിക്കുകയോ ചെയ്യുന്നത് നിയമവിരുദ്ധമാണ്. ഉത്തര കൊറിയയിൽ ലഭ്യമായ എല്ലാ സാഹിത്യങ്ങളും കനത്ത സെൻസർ ചെയ്യപ്പെടുന്നു. നമ്പർ 9, സ്വത്ത് സ്വന്തമാക്കൽ. സ്വകാര്യ സ്വത്ത് ഉടമസ്ഥാവകാശം നിരോധിച്ചിരിക്കുന്നു. ഭൂമിയും പാർപ്പിടവും ഉൾപ്പെടെ എല്ലാ സ്വത്തുക്കളും സംസ്ഥാനത്തിന്റെ ഉടമസ്ഥതയിലുള്ളതാണ്. നമ്പർ 10, അനുമതിയില്ലാതെ രാജ്യം വിടുക. ഗവൺമെന്റ് അനുമതിയില്ലാതെ കുടിയേറുകയോ രാജ്യം വിടാൻ ശ്രമിക്കുകയോ ചെയ്യുന്നത് നിയമവിരുദ്ധവും കഠിനമായ ശിക്ഷയ്ക്ക് കാരണമാകും. നമ്പർ 11, വിദേശ റേഡിയോ സ്റ്റേഷനുകൾ കേൾക്കുന്നു. വിദേശ റേഡിയോ പ്രക്ഷേപണങ്ങളിലേക്ക് ട്യൂൺ ചെയ്യുന്നത് നിരോധിച്ചിരിക്കുന്നു. റേഡിയോകൾ സർക്കാർ സ്റ്റേഷനുകളിലേക്ക് മുൻകൂട്ടി ട്യൂൺ ചെയ്തിട്ടുണ്ട്. നമ്പർ 12, അനുമതിയില്ലാതെ ഡ്രൈവിംഗ്. ഒരു കാർ സ്വന്തമാക്കുകയോ ഓടിക്കുകയോ ചെയ്യുന്നത് ഉയർന്ന റാങ്കിലുള്ള ഉദ്യോഗസ്ഥർക്കും സൈനിക ഉദ്യോഗസ്ഥർക്കും വേണ്ടി നിക്ഷിപ്തമായ ഒരു പ്രത്യേകാവകാശമാണ്. നമ്പർ 13, ഇന്റർനെറ്റ് ആക്സസ്. ആഗോള ഇന്റർനെറ്റിലേക്കുള്ള പൊതുവായ ആക്സസ് നിരോധിച്ചിരിക്കുന്നു. മിക്ക പൗരന്മാർക്കും കർശനമായി നിയന്ത്രിത ആഭ്യന്തര ഇൻട്രാനെറ്റ് കോയിമിംഗ് മാത്രമേ ഉപയോഗിക്കാൻ കഴിയൂ. നമ്പർ 14, വിദേശ സാംസ്കാരിക സ്വാധീനം. ക്രിസ്മസ്, ദീപാവലി, റമദാൻ എന്നിവ ആഘോഷിക്കുന്നതോ വിദേശ ബ്രാൻഡുകൾ ധരിക്കുന്നതോ ഉൾപ്പെടെയുള്ള വിദേശ സാംസ്കാരിക ആചാരങ്ങളിൽ ഏർപ്പെടുന്നതോ പ്രോത്സാഹിപ്പിക്കുന്നതോ നിയമവിരുദ്ധമാണ്. നമ്പർ 15, രാഷ്ട്രീയ പാർട്ടികൾ രൂപീകരിക്കുന്നു. വർക്കേഴ്സ് പാർട്ടി ഓഫ് കൊറിയ ഒഴികെയുള്ള രാഷ്ട്രീയ പാർട്ടികൾ സൃഷ്ടിക്കുന്നതും ചേരുന്നതും നിരോധിച്ചിരിക്കുന്നു. നമ്പർ 16, അനധികൃത ഫോട്ടോഗ്രഫി. സൈനിക സൗകര്യങ്ങൾ, നിർമ്മാണ സ്ഥലങ്ങൾ അല്ലെങ്കിൽ ഉത്തര കൊറിയയെ പ്രതികൂലമായി ചിത്രീകരിക്കുന്ന എന്തിന്റെയെങ്കിലും ഫോട്ടോകൾ എടുക്കുന്നത് നിയമവിരുദ്ധമാണ്. നമ്പർ 17, സ്വവർഗരതി പ്രകടിപ്പിക്കൽ. സ്വവർഗരതി ഫലത്തിൽ നിയമവിരുദ്ധമാണ്. കർശനമായ ലിംഗ നിയമങ്ങൾ നടപ്പിലാക്കുന്നു. നമ്പർ 18, അനുമതിയില്ലാതെ വളർത്തുമൃഗങ്ങൾ സ്വന്തമാക്കുക. സർക്കാർ അനുമതിയില്ലാതെ വളർത്തുമൃഗങ്ങളെ, പ്രത്യേകിച്ച് നായ്ക്കളെ സ്വന്തമാക്കുന്നത് നിയമവിരുദ്ധമാണ്. നമ്പർ 19, നേതൃത്വത്തെക്കുറിച്ചുള്ള വ്യക്തിപരമായ അഭിപ്രായങ്ങൾ. നേതൃത്വത്തെക്കുറിച്ച് വ്യക്തിപരമായ അഭിപ്രായം പ്രകടിപ്പിക്കുന്നത് നിയമവിരുദ്ധമാണ്. ഭരിക്കുന്ന കിങ് കുടുംബത്തോടുള്ള വിശ്വസ്തതയും ബഹുമാനവും കർശനമായി നടപ്പിലാക്കുന്നു. നമ്പർ 20, വിദേശ ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കുന്നത്. വിദേശ ഉൽപ്പന്നങ്ങളുടെ ഉടമസ്ഥതയും ഉപയോഗവും, പ്രത്യേകിച്ച് ദക്ഷിണ കൊറിയ, യുണൈറ്റഡ് സ്റ്റേറ്റ്സ് അല്ലെങ്കിൽ ജപ്പാൻ എന്നിവിടങ്ങളിൽ നിന്ന് നിയമവിരുദ്ധമാണ്. നമ്പർ 21, അനധികൃത വിവാഹം. വിവാഹങ്ങൾ സംസ്ഥാനം അംഗീകരിക്കണം, വിദേശികളുമായുള്ള യൂണിയനുകൾ പ്രത്യേകിച്ച് നിരോധിച്ചിരിക്കുന്നു. നമ്പർ 22, സ്വകാര്യ സംഭാഷണങ്ങൾ. സർക്കാരിനെ വിമർശിക്കുന്നതോ നിരോധിത വിഷയങ്ങൾ ചർച്ച ചെയ്യുന്നതോ ആയ സ്വകാര്യ സംഭാഷണങ്ങളിൽ ഏർപ്പെടുന്നത് ഗുരുതരമായ പ്രത്യാഘാതങ്ങൾക്ക് ഇടയാക്കും.
നമ്പർ 23 ദേശീയ പതാകയുടെ തെറ്റായ പ്രദർശനം. ദേശീയ പതാക അനുചിതമായി പ്രദർശിപ്പിക്കുകയോ അനാദരിക്കുകയോ ചെയ്യുന്നത് നിയമവിരുദ്ധവും ഗുരുതരമായ കുറ്റമായി കണക്കാക്കപ്പെടുന്നു. നമ്പർ 24 ലോയൽറ്റി പ്രദർശിപ്പിക്കുന്നതിൽ പരാജയം. ഭരണകൂടത്തോടുള്ള ശരിയായ വിശ്വസ്തതയും ആദരവും പ്രകടിപ്പിക്കുന്നതിൽ പരാജയപ്പെടുന്നത് ശിക്ഷയിൽ കലാശിക്കും. നമ്പർ 25 വിദേശികളുമായുള്ള അനധികൃത സമ്പർക്കം. വിനോദസഞ്ചാരികൾ ഉൾപ്പെടെയുള്ള വിദേശികളുമായി അനധികൃത സമ്പർക്കം പുലർത്തുന്നത് നിരോധിച്ചിരിക്കുന്നു. അത് കഠിനമായ ശിക്ഷകൾക്ക് ഇടയാക്കും. അവിടെ നിങ്ങൾക്കതുണ്ട്. ഉത്തര കൊറിയയിൽ നിയമവിരുദ്ധമായ 25 കാര്യങ്ങൾ. ലോകത്തിലെ ഏറ്റവും അടിച്ചമർത്തൽ ഭരണത്തിന് കീഴിൽ ജീവിക്കുന്ന ജനങ്ങൾ അഭിമുഖീകരിക്കുന്ന പരുഷമായ യാഥാർത്ഥ്യങ്ങളുടെ പൂർണ്ണമായ ഓർമ്മപ്പെടുത്തലാണിത്. ഈ വീഡിയോ വിജ്ഞാനപ്രദമാണെന്ന് നിങ്ങൾ കണ്ടെത്തിയാൽ ഇതുപോലുള്ള കൂടുതൽ ഉള്ളടക്കങ്ങൾക്കായി ലൈക്ക് ചെയ്യാനും അഭിപ്രായമിടാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.